Audio Jungle. Audio Jungle. രണ്ടാം ദിവസത്തിൽ രവി നാസറിൽ നിന്നും തോമസിൽ നിന്നും 1000 രൂപ കൂടി വീതം കടം വാങ്ങും. എന്നിട്ട് 3000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങിയാണ്. അപ്പം അത് നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. 2 പേരിൽ നിന്നായിട്ട് 1000 രൂപ വീതം കടം വാങ്ങുന്നു. ഇപ്പം ലോണാണ്. നമ്മൾ 2 അക്കൗണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇത് അൺസെക്യൂർഡ് ലോണിൻ്റെ കീഴിലാണ് വരിക, ലയബിലിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിനൊരു സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല. അദ്ദേഹത്തോടുള്ള സ്നേഹം കണക്കാക്കിയിട്ടാണ് 2 സുഹൃത്തുക്കൾ രവിക്ക് 1000 രൂപ വീതം ലോൺ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത്തരം ലോണുകൾ നമ്മൾ അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുന്നത്, കാരണം നമ്മൾ സെക്യൂരിറ്റി കൊടുക്കുന്നില്ല. അങ്ങനെ അൺസെക്യൂർഡ് ലോണിൻ്റെ കീഴിൽ 2 അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് ലോൺ ഫ്രം നാസർ എന്ന് പറയുന്നൊരു അക്കൗണ്ട്. പേര് ലോൺ ഫ്രം നാസർ എന്നോട് ഇഷ്ടമുള്ള പേര് കൊടുക്കുക, നാസർ എന്ന് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡും കൊടുത്തു. അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഒരു അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് വീണ്ടും ന്യൂ അക്കൗണ്ട് എന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ പാരൻറ്റ് ഗ്രൂപ്പ് അതാണ്. പേര് ലോൺ ഫ്രം തോമസ്. കോഡും കൊടുത്ത് ഓപ്പണിംഗ് ബാലൻസ് 0 ആക്കി സേവ് ചെയ്തു. ഇപ്പോൾ 2 അക്കൗണ്ടുകൾ അൺസെക്യൂർഡ് ലോണിൻ്റെ കീഴിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഈ അക്കൗണ്ട് വഴി കമ്പനിക്ക് 2000 രൂപ കിട്ടുകയാണ് 2 അക്കൗണ്ട് വഴി. അപ്പോൾ അതൊരു ക്യാഷ് റെസീപ്റ്റായിട്ട് എൻട്രി ചെയ്യുന്നു. ലോൺ ഫ്രം നാസർ 1000 നമ്മൾ എഴുതി. വേണമെങ്കിൽ 2 അക്കൗണ്ടും ഒരു വൗച്ചറിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാം. ലോൺ ഫ്രം തോമസ് 1000. അപ്പോൾ 2000 രൂപ നമ്മുടെ ക്യാഷിലേക്ക് അഡീഷണലായിട്ട് വന്നത് കാണാം. അപ്പോൾ അങ്ങനെ ആ ഒരു വൗച്ചർ വഴി 2000 രൂപ 2 അക്കൗണ്ട് വഴി കമ്പനിയിലേക്ക് എത്തി. ഇത് നമുക്ക് നോക്കിയാൽ കാണാം. ബാലൻസ് ഷീറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ലയബിലിറ്റീസ് വർദ്ധിച്ചു, അതേപോലെ അസറ്റും കൂടി. അസറ്റ് ഇപ്പോൾ 3400 രൂപയായി. 3400 രൂപ. 3400 രൂപയിൽ പഴയ പ്രോഫിറ്റ് അവിടെ കിടക്കുന്നുണ്ട് 400 രൂപ. ലയബിലിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000, അതേപോലെ തന്നെ 2 പേരുന്നു. ഇപ്പോൾ ഇവിടെ ക്യാഷ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ പ്രശ്നം കാണാം. കാരണം ഒരു വൗച്ചർ വഴി 2000 രൂപ വന്നു, പക്ഷെ അതിൽ ഒരു അക്കൗണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ലോൺ ഫ്രം നാസർ എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി അക്കൗണ്ടുകളൊക്കെ കറക്റ്റാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1000, അതേപോലെ തലേദിവസത്തെ പർച്ചേസ് 1000, അതേപോലെ സെയില് 1500, എക്സ്പെൻസ് 100. മറ്റ് 2000 രൂപ നമ്മളിപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ എൻട്രി ചെയ്തു. 2/4 2000 രൂപ ഒരു അക്കൗണ്ട് വഴിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ലെഡ്ജർ വേണേൽ 2 അക്കൗണ്ടാക്കി 2 ലെഡ്ജറാക്കി മാറ്റാം. അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ആ ഡേറ്റിൽ നമ്മൾ എൻട്രി ചെയ്ത് അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. തൽക്കാലം നമ്മൾ ഒരു അക്കൗണ്ട് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് വേറൊരു വൗച്ചർ വഴി അത് എൻട്രി ചെയ്യാം. അപ്പം ലോൺ ഫ്രം നാസർ എന്ന് മാത്രമുള്ള 1000 രൂപയുടെ ഒരു വൗച്ചർ എൻട്രി ചെയ്തു. ഇപ്പോൾ പഴയ വൗച്ചർ 2000 എന്നുള്ളത് 1000 രൂപയാക്കി മാറ്റി. അതിന് പകരം വീണ്ടും ഒരു വൗച്ചറും കൂടി ക്യാഷ് റെസീപ്റ്റ് എടുക്കുന്നു. അതിൽ ലോൺ ഫ്രം തോമസ് എന്നുള്ള 1000 രൂപ. നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണ്. ബാലൻസ് ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് ഡീറ്റെയിൽസിലേക്ക് പോയി. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാഷ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ 2 എൻട്രിയും വേറെ വേറെ കാണാം. ലോൺ ഫ്രം നാസറും ലോൺ ഫ്രം തോമസും 1000 രൂപ വെച്ച്. ഇപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് 3400 രൂപയാണ്. അതായത് ഇന്ന് 2 ക്യാഷ് റെസിപ്റ്റ് വഴി 2 പേരിൽ നിന്നായിട്ട് 1000 രൂപ വീതം 2000 രൂപ
ക്യാഷിലേക്ക് റിസീവ് ചെയ്തു. ഇനി ഇന്നത്തെ മറ്റ് ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? 3000 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങുന്നു, 4200 വിൽക്കുന്നു. മറ്റ് ചിലവുകൾ ഇന്ന് 200 രൂപ. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ലാഭം 1000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ എൻട്രി ഇപ്പോൾ പർച്ചേസ് ക്യാഷ് പേയ്മെൻ്റ് ആണ്. പർച്ചേസിൽ ഇന്ന് 3000 രൂപയുടെ പർച്ചേസാണ്. 3000 രൂപയുടെ പർച്ചേസ് എൻട്രി നടത്തി. ഡേറ്റ് നോക്കണം, 2/4 3000 രൂപയുടെ പർച്ചേസ് വൗച്ചർ നമ്മൾ എൻട്രി ചെയ്തു. അടുത്ത എന്താ? ക്യാഷ് റെസിപ്റ്റാണ്. നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് സെയിൽ ചെയ്തു. അപ്പോൾ സെയിൽ അക്കൗണ്ട് വഴി ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പൈസ ക്യാഷിലേക്ക് വന്നത് നമുക്ക് നോക്കാം. നമ്മൾ ചേർത്തിട്ടുള്ളത് 4200 രൂപയാണ്. 4200 രൂപ നമ്മൾ എൻട്രി ചെയ്തു. വൗച്ചർ സേവ് ചെയ്തു. ഇപ്പം നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, നെറ്റ് പ്രോഫിറ്റ് 1600 രൂപയാണ്. അത് ഇന്നലത്തെയും ഇന്നത്തെയും 2 ദിവസത്തെയാണ്. 1/4ലെയും 2/4ലെയും കൂടെയുള്ള നെറ്റ് പ്രോഫിറ്റ് 1600 രൂപയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞിട്ടില്ല. അതിനൊന്ന് നോക്കാം. ക്യാഷ് ബുക്കും കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ക്യാഷ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ മാത്രമുള്ള ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം. പർച്ചേസ് 3000, നാസറിൽ നിന്ന് 1000 രൂപ, അതേപോലെ തോമസ് 1000, സെയിൽ വഴി 4200. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് ബാലൻസ് 4500 കാരണം നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് 1400. ഇന്നലെ 1400 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ തുടങ്ങി ഇപ്പോഴത്തെ ക്ലോസിംഗ് 4600 രൂപയാണ്. ഇന്നത്തെ മാത്രം ബാലൻസ് അവിടെ കാണാം, 3200. ഓപ്പണിംഗ് ബാലൻസ് 1400 കൂടി ചേർത്തിട്ടാണ് 4600 രൂപ. ഇത് നമ്മുടെ ക്യാഷ് ബുക്കാണ്. നമ്മൾ ഇന്നത്തെ മറ്റു ചിലവുകൾ എന്നുള്ള അതർ എക്സ്പെൻസ് 200 രൂപയുണ്ട്. ആ 200 രൂപ നമ്മൾ ചേർത്തിട്ടില്ല. അത് ഒരു ക്യാഷ് പേയ്മെൻ്റ് ആണ്, ഉറപ്പാണ്. നമ്മളുടെ പൈസ ചിലവായതാണ്. അതർ എക്സ്പെൻസ് വഴി 200 രൂപ ചിലവായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാഷിൽ നിന്ന് അത്രയും കൂടി കുറയും. ഇത് നമ്മൾ പീരിയോഡിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാം, ഒരു പീരീഡ് വൈസ്. ഇപ്പോൾ ഇന്നത്തെ മാത്രമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 1000 രൂപയാണെന്ന് കാണാം. കാരണം ഇന്നത്തെ മാത്രം പർച്ചേസ് 3000 രൂപ, സെയിൽ 4200, അതർ എക്സ്പെൻസ് 200. 3200 ചിലവും 4200 വരവുമാണ്. അപ്പോൾ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 1000 രൂപ. ഇന്നത്തെ മാത്രം ബിസിനസ്സിൻ്റെ ലാഭം 1200. 1 മുതൽ ഇന്നലത്തെയും ഇന്നത്തെയും കൂടി 1ഉം 2ഉം ഡേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാറും. ഇവിടെ 1400 ആണ്. 2 ദിവസത്തെയും കൂടിയാണ് ബാലൻസ് ഷീറ്റിൽ കാണുന്നത്. ക്യാഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ഇതുവരെയുള്ള എൻട്രികളെല്ലാം കാണാം. ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് 4400 രൂപയാണ്. ക്യാഷ് ബുക്ക് ഇന്നത്തെ മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇന്നത്തെ മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിലത്തെ എൻട്രീസ് വളരെ ലിമിറ്റഡ് ആണ്.
പർച്ചേസ് 3000 രൂപ, അതർ എക്സ്പെൻസ് 200, പിന്നെ നമ്മൾ ലോൺ വാങ്ങിച്ച 1000 രൂപ നാസറിൽ നിന്ന്, 1000 രൂപ തോമസിൽ നിന്ന്, പിന്നെ സെയിൽസ് അക്കൗണ്ട് വഴി ക്യാഷ് റെസീപ്റ്റ് ചെയ്തിട്ടുള്ള 4200 രൂപ. അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് ബാലൻസ് 1400 അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് 4400 നമ്മൾ എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് ക്യാഷ് ബുക്ക് ടാലി ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. മൂന്നാം ദിവസം രവി ട്രോളി വാടകയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചു. 4000 രൂപയുടെ പച്ചക്കറി തലച്ചമ്പടാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി 200 രൂപ വാടകയ്ക്ക് ട്രോളി എടുക്കുന്നു. ഈ 200 രൂപയുടെ ചെലവ് ചേർക്കാൻ വേണ്ടി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സന്ദർഭവശാൽ പറയട്ടെ, ഇതൊരു അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണും. ഉദാഹരണത്തിന് ഇപ്പോൾ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു. ഇതേപോലെ ന്യൂ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കീഴിലാണ്. ഒരു ട്രോളി റെൻ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. വേണമെങ്കിൽ ഇത് അതർ എക്സ്പെൻസിൻ്റെ കീഴിൽ തന്നെ ചിലവ് എഴുതാം. പക്ഷേ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് കണക്ക് കിട്ടണമെങ്കിൽ ഓരോ ചിലവിനും ഓരോ അക്കൗണ്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രോളിയുടെ റെൻ്റ് അക്കൗണ്ട് പ്രത്യേകമായി കൊടുത്താൽ നമുക്ക് ഏത് സമയവും ട്രോളി റെൻറ്റിന് വേണ്ടി എത്ര പൈസ നമ്മൾ മൊത്തം ചിലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ട്രോളിയുടെ 200 രൂപ ട്രോളി റെൻ്റ് എന്ന അക്കൗണ്ടിൽ ക്യാഷ് പേയ്മെൻറ്റ് ചേർക്കുന്നു ആദ്യമായിട്ട്. അപ്പോൾ ഇന്നത്തെ ചിലവ് ആദ്യമായി ചേർക്കുന്നത് ട്രോളി റെൻറ്റ് 200 രൂപ ഒരു ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചറായിട്ട് എൻട്രി ചെയ്യും. ഇനിയുള്ള ചിലവ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പർച്ചേസാണ്. 4000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, ക്യാഷ് പർച്ചേസ്. വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാൻ എടുക്കുന്നു. നമുക്ക് 4000 രൂപയുടെ പച്ചക്കറി വാങ്ങിയാണ്. ആ 4000 രൂപ ഒരു പേയ്മെൻറ്റ് വൗച്ചറിൽ പർച്ചേസ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നു. ഇന്നത്തെ അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിൽപ്പന നടത്തിയതാണ്. 5500 രൂപയ്ക്ക് വിൽപ്പന നടത്തിയപ്പോൾ ക്യാഷ് റെസീപ്റ്റിൽ നമ്മളത് എൻ്റർ ചെയ്യണം. പൈസ വന്നതാണ്. ക്യാഷ് റെസീപ്റ്റിൽ സെയിൽസ് അക്കൗണ്ടിൽ 5500 രൂപ. രൂപ വരവാണ്. അതുകൊണ്ട് ക്യാഷ് റെസീപ്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ഇന്നത്തെ ഡേറ്റ് അവിടെ വരും. നമ്മളത്തെ ക്യാഷ് ബുക്ക് ഒന്ന് നോക്കൂ. ഇന്നത്തെ ഡേറ്റ് ഫ്രം ടൂവും ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്ത് നമ്മൾ ക്യാഷ് ബുക്ക് എടുത്താൽ ഇന്ന് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ മുഴുവൻ കിട്ടും. ഇന്നത്തെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? 200 രൂപ ട്രോളി റെൻറ്റ്, 400 രൂപ പർച്ചേസ്, 5500 രൂപ സെയിൽ. നമ്മൾ എഴുതാത്ത ഒരു അക്കൗണ്ട് ഉണ്ട്, മറ്റ് ചിലവുകൾ. മറ്റ് ചിലവുകളുടെ ഒരു ക്യാഷ് പേയ്മെൻറ്റ് വൗച്ചർ കൂടി നമ്മൾ ചേർക്കണം. ഇപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എടുക്കുന്നു, അതർ എക്സ്പെൻസസ് 200 രൂപ. ഈ വൗച്ചറും കൂടി ചെയ്തതോടുകൂടി ഇന്നത്തെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മുഴുവൻ ട്രാൻസാക്ഷനും നമുക്കിതിൻ്റെ അകത്ത് കാണാം. 200 രൂപ ട്രോളി റെൻറ്റ്, 4000 രൂപ പർച്ചേസ്, 200 രൂപ അതർ എക്സ്പെൻസ്, 5500 രൂപ സെയിൽസിലൂടെയുള്ള ഇൻകം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന അത് പീരീഡ് വൈസുള്ള എടുക്കുക. അപ്പോൾ ഇന്നത്തെ പീരീഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ മാത്രം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. 1100 രൂപയാണ്. പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് 2 ഹെഡ്. അത് മുകളിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ ടോട്ടലാണ് 400. 2 ഹെഡ് വഴിയാണ് അത്. നെറ്റ് പ്രോഫിറ്റ് 1100 രൂപ.
ഈ ഫുൾ പീരീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 2500 രൂപ, 1 മുതൽ 3 വരെ 3 ദിവസത്തെ 2500 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എന്നും കാണാം. നമ്മൾ ഇന്നത്തെ മാത്രം ലാഭമാണ് 1100 രൂപ. അത് ഇന്നത്തെ മാത്രമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്താൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ 1-ാം തീയതി മുതലെടുത്തു. അപ്പോൾ 3 മുതലാണ് എടുക്കുമ്പോൾ 1100 രൂപ മാത്രം നെറ്റ് പ്രോഫിറ്റ്. നമ്മുടെ കണക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു.